നമസ്കാരം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം അല്പസമയത്തിനകം നടക്കും. തിരക്കഥാകൃത്തും സംവിധായകനുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറി പുരസ്കാര നിർണയം നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിനായി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മമ്മൂട്ടി, പൃഥ്വിരാജ്, ഉർവശി, പാർവതി എന്നിവരാണ് മികച്ച അഭിനേതാക്കൾക്കുള്ള അവസാന പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. മമ്മൂട്ടിയാണോ, പൃഥ്വിരാജാണോ, കാതലാണോ, ആടുജീവിതമാണോ മികച്ച ചിത്രം അടക്കമുള്ള ചോദ്യങ്ങൾ, അതിനുള്ള ഉത്തരം ഇപ്പോൾ മന്ത്രി സംസാരിച്ചു തുടങ്ങുകയാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമിയും ഇതുമായി പങ്കുചേരുകയാണ്. അക്കാദമിയുടെ തനത് ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ TMDRFിലേക്ക് നൽകുകയാണ്. ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ രഞ്ജിത്ത് ആദരണീയനായ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഈ തുക കൈമാറും. പ്രാരംഭിക്കല്ലേ? അൻപത്തിനാലാമത് കേരള സ്റ്റേറ്റ് അവാർഡ്സ് ഫോർ മലയാളം ഫിലിംസ് അതിവിടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇതിന്റെ ജൂറി അംഗങ്ങളായി പ്രവർത്തിച്ചവരെ ആദ്യം ഒന്ന് പറഞ്ഞു പോകുന്ന നല്ലതായിരിക്കും. ചലച്ചിത്ര വിഭാഗം അന്തിമ വിധി നിർണയ സമിതി ചെയർമാൻ ശ്രീ സുധീർ മിശ്ര, അംഗങ്ങൾ ശ്രീ പ്രിയനന്ദനൻ, ശ്രീ അളകപ്പൻ N, ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി, ശ്രീ NS മാധവൻ, ശ്രീമതി ആൻ അഗസ്റ്റിൻ, ശ്രീ ശ്രീവത്സൻ J മേനോൻ, ശ്രീ C അജോയ്, മെമ്പർ സെക്രട്ടറി. പ്രാഥമിക വിധി നിർണയ സമിതി 1ാം സബ് കമ്മിറ്റി ശ്രീ പ്രിയനന്ദനൻ ചെയർമാൻ, ശ്രീ പ്രതാപ് പി നായർ അംഗം, ശ്രീ വിനോയ് തോമസ് അംഗം, ഡോക്ടർ മാളവിക ബിന്നി അംഗം, ശ്രീ അജോയ് മെമ്പർ സെക്രട്ടറി. പ്രാഥമിക വിധി നിർണയ സമിതി 2ാം സബ് കമ്മിറ്റി ശ്രീ അളകപ്പൻ ചെയർമാൻ, ശ്രീ വിജയ് ശങ്കർ, ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ്, ശ്രീ CR ചന്ദ്രൻ, ശ്രീ C അജോയ്. രചനാ വിഭാഗം ഡോക്ടർ ജാനകി ശ്രീധരൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ ഡോക്ടർ ജോസ് കെ മാനുവൽ, ഡോക്ടർ OK സന്തോഷ്, ശ്രീ C അജോയ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട് 2023 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ടത് 160 ചിത്രങ്ങളാണ്. ചലച്ചിത്ര അവാർഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. ഇതിൽ നിന്നും പ്രാഥമിക ജൂറി 2 സബ് കമ്മിറ്റികളായി തിരിച്ച് 80 വീതം സിനിമകൾ കാണുകയും 35 സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ 4 ചിത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത്. ഇവയിൽ ഒരു ചിത്രം കുട്ടികളുടെ വിദ്യാഭ്യാസ പരിപാടിയായതിനാൽ ഫീച്ചർ ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് ജൂറി വിലയിരുത്തി. മറ്റ് 3 ചിത്രങ്ങളും അവാർഡിന് പരിഗണിക്കാൻ തക്ക നിലവാരമുള്ളവയായിരുന്നില്ല. പ്രാഥമിക ജൂറി തിരഞ്ഞെടുക്കാത്ത 3 ചിത്രങ്ങൾ അന്തിമ ജൂറി തിരിച്ചു വിളിച്ച് കാണുകയുണ്ടായി. അങ്ങനെ ആകെ 38 സിനിമകളാണ് അന്തിമ ജൂറി അവാർഡ് നിർണയത്തിനായി സസൂക്ഷ്മം വിലയിരുത്തിയത്. അന്തിമ പട്ടികയിലെ 38 ചിത്രങ്ങളിൽ 22 ചിത്രങ്ങളും നവാഗത സംവിധായകരുടേതായിരുന്നുവെന്നത് മലയാള സിനിമയുടെ ഭാവിയെ സംബന്ധിച്ച് ആശാവഹമായ കാര്യമാണ്. ജൂറി നിർദ്ദേശങ്ങൾ: 1. പ്രാഥമിക ജൂറിയുടെ സബ് കമ്മിറ്റിയിൽ നിലവിൽ 4 അംഗങ്ങളാണുള്ളത്. അത് 3 അല്ലെങ്കിൽ 5 എന്ന നിലയിൽ പുനഃക്രമീകരിക്കേണ്ടതാണ്. 2. പുരസ്കാരങ്ങൾ ലഭിച്ച മലയാള ചിത്രങ്ങൾ
കേരളത്തിന് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണം. 3. വൻകിട മൂലധന സഹായമില്ലാതെ സിനിമയെന്ന മാധ്യമത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഇൻഡി സിനിമകൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകണം. 4. മികച്ച തിരക്കഥകൾ ഒരുക്കുന്നതിനായി സ്ക്രിപ്റ്റ് ലാബ്, മെന്റിംഗ് എന്നിവ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം. ഇനി അവാർഡിലേക്ക് കടക്കുകയാണ്. രചനാവിഭാഗം അവാർഡുകൾ. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ. ഗ്രന്ഥകർത്താവ് കിഷോർ കുമാർ. ഈ അടുത്ത സമയത്ത് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത്. മൌലികവും നൂതനമായ കാഴ്ചപ്പാടിലൂടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ മലയാള സിനിമയിൽ സംഭവിച്ച ഭാവുകത്വ പരിണാമത്തെ സൂക്ഷ്മവും വിമർശനാത്മകവുമായി അവതരിക്കുന്ന കൃതി. സിനിമയിലെ ക്യർ രാഷ്ട്രീയത്തെ ഈ കൃതി സംവാദാത്മകമാക്കുന്നു. 2. മികച്ച ചലച്ചിത്ര ലേഖനം. ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. ലേഖൻ ഡോക്ടർ രാജേഷ് എം.ആർ. 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഇന്ത്യൻ സിനിമ ദേശീയതയെ എപ്രകാരമാണ് ആവിഷ്കരിക്കുന്നതെന്ന് പരിശോധിക്കുന്ന ലേഖനം. അപരവൽക്കരണം, ദേശവിരുദ്ധത, ജാതീയത തുടങ്ങിയ പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന ബോളിവുഡ് സിനിമകളെയും പ്രാദേശിക ഭാഷാ സിനിമകളെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന രചന. ഡോക്ടർ രാജേഷ് എം.ആർ. മികച്ച ചലച്ചിത്ര ലേഖനം. ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. പ്രത്യേക ജൂറി പരാമർശങ്ങൾ. പുസ്തകം കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ. ഗ്രന്ഥകർത്താവ് ശ്രീ പി. പ്രേമചന്ദ്രൻ. ശില്പവും പ്രശസ്തി പത്രവും. സിനിമയുടെ ബഹുമുഖതലങ്ങളെ സാംസ്കാരിക വിശകലനത്തിന് വിധേയമാക്കുന്ന കൃതി. സർവ്വദേശീയവും പ്രാദേശികവുമായ ചലച്ചിത്രങ്ങളിലെ ലിംഗരാഷ്ട്രീയത്തെ സൂക്ഷ്മവും ശ്രദ്ധേയവുമായ